അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്കൊക്കെ സുഖമാണ്. ഞാൻ പിന്നെ ലാബിൽ റിസൾട്ട് പഠിക്കാൻ പോവുകയാണ്, ഞാനും മോളും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം നിരന്തരം പ്രശ്നമാണ്. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിച്ചില്ല, അന്ന് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ വിചാരിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഇന്നലെ നല്ല പ്രശ്നങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ പേരിൽ അവകാശവും പറഞ്ഞ് ഇനി വരണ്ട. കാരണം ഒരു ഗർഭകാലഘട്ടത്ത് ഒരു പുരുഷൻ ചെയ്യുന്ന കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊരു വാപ്പ അവകാശം പറഞ്ഞ് കുടിച്ച് ലഹാനും ഇല്ലാതെ ഇവിടെ വന്ന് കയറണ്ട. ഈ കുഞ്ഞിൻ്റെ വാപ്പ നിങ്ങളും അല്ല. ഇവളെ പിന്നെ ഞാൻ അധികമൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇവള് നെജില ഷാൻ എന്ന് പറയും. അതായത് 4ാമത് കല്യാണം കഴിച്ചവൻ്റെ പേരാണ്. പിന്നെ അവൻ്റെ പേരും കൂടെ കൂട്ടിയിട്ടാണ് ഇവള് ചാനലിലൊരിക്കൽ പേറ്റ്. ആദ്യം മഷൂറ, പിന്നെ അത് നെജില ഷാനായി, പിന്നെ അത് വീണ്ടും നെജില മഷൂറ എന്നായി. കാരണം എന്ന് വെച്ചാൽ ഇവള് 3 കല്യാണം ഓൾറെഡി കഴിച്ചു, 3ലും ഓരോ കുട്ടികളുമായി. 4ാമത് കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ കുട്ടീനെയാണ് ഇപ്പം വയറ്റിൽ പേറി നടക്കുന്നു. അപ്പം അവനാണെങ്കിലും മുഴുക്കുടിയനാണ്. ആ മുഴുക്കുടിയനാണ് ആദ്യം അറിഞ്ഞതുകൊണ്ടാണ് ഇവളെ ഉപ്പയും ഉമ്മയും ഈ വിവാഹത്തിനെ എതിർത്ത്. പക്ഷേങ്കിൽ ഉപ്പാനെയും ഉമ്മാനെയും തട്ടിത്തെറിപ്പിച്ചിട്ട് ഇവള് ഷാൻ്റെ കൂടെ പോയി. ഇപ്പം അതേപോലെ തന്നെ അതെന്ന് വെച്ചാൽ മുഴുക്കുടിയനായിട്ട് രാത്രി കയറി വന്ന് ഇവളെ കുറേ ഉപദ്രവിക്കലും ഇതെല്ലാം ആക്കിയിട്ട് ഇപ്പം രണ്ടാളും കൂടെ അകന്ന് താമസിക്കുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചത് മുതലേ ഇവൾക്ക് പ്രശ്നങ്ങളാണ്. അതത്രയും അന്ന് തന്നെ യൂട്യൂബിൽ ഇവൾ ഇടലുമുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഇവൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഈ 4ാമതുണ്ടായ എന്താ പറയുക പിന്നെ കുട്ടി ആദ്യം ഷാൻ്റെതാന്ന് പറഞ്ഞു, ഇപ്പം പറഞ്ഞ് നിൻ്റെതല്ല. ഈ കുടുംബ പ്രശ്നം യൂട്യൂബിൽ കൊണ്ടുവരുന്ന ഒരു 2-3 എണ്ണമുണ്ട്. ഒന്ന് ഇവള് നെജില, ഒന്ന് ഷാജി. ഇങ്ങനത്തെ ഒരു 2-3 എണ്ണമുണ്ട് ഈ വീട്ടിനുള്ളിൽ നടക്കുന്ന, അതാതാളെ സ്വന്തം വീട്ടിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പബ്ലിക്ക് കൊണ്ടുപോയിട്ട് പിന്നെ വിതറുന്നത്, എന്നിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങിയിട്ട് അണ്ണാക്കിലിടുന്ന ആൾ. പിന്നെ ഇവളെ കെട്ടിയെന്ന് പറഞ്ഞാൽ ഷാൻ എന്ന് പറഞ്ഞ ചങ്ങായി, അത് പിന്നെ ഇങ്ങനെ അന്ത്യോളം എന്താ പറയുക തെറ്റിപ്പിരിയലും പോക്കും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വരുത്തും. അപ്പോൾ ഇതൊക്കെ തെറ്റിപ്പിരിഞ്ഞ് പോകുമ്പം യൂട്യൂബിലിടും, ഇണങ്ങിയിട്ട് വന്നാലും യൂട്യൂബിലിടും. ഇതാണ് ഇവരെ പരിപാടി. ഇങ്ങനത്തെ ഓരോന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കലാന്ന് ഇങ്ങനത്തെ ആളെ പരിപാടി. അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ പറയണം, എനിക്ക് നിങ്ങളോട്ട് വേണ്ടേണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ 3 മക്കൾക്ക് ഉപ്പയില്ല, അതുകൊണ്ട് ഇതിനും വേണ്ട. കാരണം എല്ലാം പറഞ്ഞ് സമ്മതിച്ച് സ്നേഹിച്ചപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ രീതിയിലും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ എടുത്തു തന്നു. സഹിയിട്ടിട്ട് പറയണം, ഈ കുഞ്ഞിന് വാപ്പയില്ല. ഇവളെ വീഡിയോ ഞാൻ ഈ അടുത്ത കാലമായിട്ടാണ് കാണാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഇതിന് മുന്നേ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരൊക്കെ പറയലുണ്ട്, ഓരോ ഭർത്താവിനെ കൊണ്ടുവന്ന് ഓരോ കാരണം പറഞ്ഞിട്ട് ഓരോ മക്കളെയാക്കിയിട്ട് അങ്ങ് ഒഴിവാക്കലാണ്. അപ്പം ഇത് 4ാമത്തവൻ വന്ന് കല്യാണം കഴിച്ച് 4ാമത്തവൻ്റെ കുട്ടീനെ വയറ്റിലാക്കിയിട്ട് ഇപ്പം ഈ കാരണം പറഞ്ഞിട്ട് അവനെയും തള്ളി. നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഇവൾ പറയുന്നത്, ഇനി ഈ കുട്ടിക്ക് വാപ്പയില്ല, ഇനി ഇങ്ങോട്ട് വരണ്ട, എനിക്കിനി വേണ്ട. ഇനിയിപ്പോൾ ഇത് പ്രസവമെല്ലാം നടന്നു കഴിഞ്ഞാൽ 5ാമത് ഒരാളെ കാണുമ്പം ഇവൾ വീണ്ടും കല്യാണം കഴിക്കുമെന്ന് ഇപ്പോൾ ഒരു സംശയം. കാരണം ആ 5ാമത്തവനെയും കഴിച്ചിട്ട് 5ാമത്തെ കുട്ടീനെയും വയറ്റിട്ട് അവനെയും വയ്യ വേണ്ടാന്ന് വെക്കുമെന്നറിയില്ല. അതിനായിട്ട് അവകാശം പറഞ്ഞ് വരെയും വേണ്ട. ഇനി ആളുകളെ കൊണ്ട് കോമാളിയാവാൻ ഞാനില്ല, കുറേ ആയി. ഇങ്ങനെയുണ്ടാ കുടിയൻ നമ്മുടെ നാട്ടിൽ? ഇങ്ങനത്തെ ഒരു കുടി ആർക്കുമില്ല. എന്നാൽ നീ കുടിച്ചിട്ട് ചീത്ത വിളിക്കാതിരി, പതുക്കെ സംസാരിയില്ല. ഇത് കൂട്ടിപ്പിടിച്ചുള്ള ചീത്ത എല്ലാവരെയും ചേർത്ത്, ആരും കേൾക്കത്തൊന്നുമില്ല. ഇത് റിസൾട്ട് മേടിക്കാൻ പോവേണ്. ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് സമാധാനം തന്നില്ലെങ്കിൽ പിന്നെ ഏത് കാലഘട്ടത്തിൽ തരും സമാധാനം എനിക്ക്? ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതിനുള്ള കാരണം നിങ്ങളെ എടുത്തതിൻ്റെയാണ്. നാടും വീടും എല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഞാൻ ഇറങ്ങി വന്നു, ഒരു സ്നേഹമുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി. അതിൻ്റെ അപ്പുറത്തെ ഒരു തള്ളയും. അതാ പറയുന്നത്, ഉപ്പയും ഉമ്മയും എടുത്തു തന്ന ഭർത്താവിന് വഴങ്ങണം നമ്മൾ. തന്നിഷ്ടത്തിന് നമ്മളിഷ്ടത്തിന് ഭർത്താവിനെടുത്താൽ ഇതുപോലെ ഇരിക്കും. പിന്നെ തരിമൂക്കില്ലാത്തവനെ ഭർത്താവാക്കി എടുത്താൽ ഇതുപോലെ തന്നെ ഉണ്ടാല്. കള്ളു കുടിക്കാണ്ടൊന്നും നിൽക്കില്ല. കുടിയന്മാർക്കൊരിക്കലും കുടി നിർത്താൻ കഴിയില്ല. അതവർ കുടിച്ച് പഠിച്ചവരാണ്. അപ്പോൾ കുടിച്ചു കൊണ്ടേയിരിക്കും.
അവിടെ എന്ത് നല്ലത് പറഞ്ഞ് ഓതി കൊടുത്തിട്ടും കാര്യമില്ല. പണ്ടൊരു പോയിന്റിലുണ്ട്, പോത്തിന് വെട്ടാൻ വരുന്ന പോത്തിന് മുന്നിൽ വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല നജില.